നമസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പുകയില്ലാത്ത, ഒട്ടും ശബ്ദമില്ലാത്ത, പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും ചെയ്യാത്ത ഒരു പുതിയ അത്ഭുത ട്രെയിൻ. പുകക്കുഴലിലൂടെ കരിപ്പുകയ്ക്ക് പകരം വെറും ശുദ്ധമായ വെള്ളവും നീരാവിയും മാത്രം പുറത്തുവിടുന്ന ഈ പുതിയ ട്രെയിൻ ഇനി നമ്മുടെ നാട്ടിലും കുതിച്ചു പായുകയാണ്. എന്താണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഭാരതത്തിന്റെ റെയിൽവേ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാവിപ്ലവമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. പണ്ടുകാലത്ത് കരിപ്പുക തുപ്പി ഓടിയിരുന്ന കൽക്കരി വണ്ടികളിൽ നിന്നും, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഡീസൽ എഞ്ചിനുകളിൽ നിന്നും, ഇലക്ട്രിക് ലൈനുകളിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ ഇതാ ഒരു പുതിയ ഗ്രീൻ വിപ്ലവത്തിലേക്ക് ട്രാക്ക് മാറ്റി ചവിട്ടുകയാണ്. ലോകം മുഴുവൻ ഇന്ന് അത്ഭുതത്തോടെ നോക്കുന്നത് നമ്മുടെ ഈ വലിയ നേട്ടത്തെയാണ്. നമ്മൾ പണ്ട് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ട് അത്ഭുതപ്പെട്ടിരുന്ന ഒരു കാര്യം ഇന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാവുകയാണ്. നമ്മളൊരു വലിയ ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. കേൾക്കുമ്പോൾ തന്നെ ഓരോ ഭാരതീയനും ഒരു പ്രത്യേക അഭിമാനം തോന്നുന്നില്ലേ? ഹരിയാനയിലെ ജിന്ദിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ അത്ഭുത ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ റെയിൽവേ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ എലീറ്റ് ക്ലബിലേക്ക് വളരെ അഭിമാനത്തോടെയാണ് കയറിപ്പറ്റുന്നത്. വികസനം എന്നാൽ വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളും വലിയ റോഡുകളും മാത്രമല്ല, അത് പ്രകൃതിയോട് 100% ഇണങ്ങി നിൽക്കുന്ന എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി കൂടിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് ഈ പുതിയ ചുവടുവെപ്പ്. നാം സ്വപ്നം കണ്ടിരുന്ന നവഭാരതത്തിന്റെ ഏറ്റവും മനോഹരവും ശക്തവുമായ അടയാളമായി ഈ ഗ്രീൻ എനർജി പ്രൊജക്ട് മാറിക്കഴിഞ്ഞു. സാധാരണ ട്രെയിനുകൾ പോലെയല്ല ഇത്. കറുത്ത പുകയോ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന കാർബൺ പുറന്തള്ളലോ ഇതിനില്ല. പുകയ്ക്ക് പകരം നമ്മൾ പുറത്തേക്ക് വിടുന്നത് വെറും നീരാവിയും വെള്ളവും മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വായുമലിനീകരണം ഒട്ടുമില്ലാത്ത ഇത്രയും ക്ലീൻ ആൻഡ് ഗ്രീൻ ആയ ഒരു യാത്ര, അതും നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ സാധ്യമാകുന്നു. ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ ലോകത്തെ വമ്പൻ ശക്തികൾ മാത്രം കൈവശം വെച്ചിരുന്ന ഈ വിദ്യ ഇന്ന് നമ്മുടെ ഇന്ത്യയും പൂർണ്ണമായി സ്വായത്തമാക്കിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിംഹത്തിന്റെ വീര്യത്തോടെയും പൂർണ്ണമായ സമർപ്പണത്തോടെയും ചെയ്യുക എന്നത് ഈ പദ്ധതിയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ചെന്നൈ ICF, അതായത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച കോച്ചുകളും നമ്മുടെ സാങ്കേതിക വിദഗ്ധരുടെ കഠിനാധ്വാനവും ചേർന്നപ്പോൾ ഇതൊരു വലിയ വിജയമായി മാറുകയാണ്. ഇത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ വിജയം കൂടിയാണ്. ഇനി പലർക്കും ഒരു വലിയ സംശയമുണ്ടാകും, എങ്ങനെയാണ് ഒരു ട്രെയിൻ വെള്ളം മാത്രം പുറത്തുവിട്ട് ഇത്രയും സ്പീഡിൽ ഓടുന്നതെന്ന്. ഇതിന്റെ പിന്നിലെ അത്ഭുത ശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. സാധാരണ കമ്പഷൻ എഞ്ചിനുകളോ റെയിലിന് മുകളിലെ ഇലക്ട്രിക് ലൈനുകളോ ഈ ട്രെയിനിന് ആവശ്യമില്ല. ട്രെയിനിലെ ഫ്യൂവൽ സെല്ലിനുള്ളിലേക്ക് ഹൈഡ്രജൻ വാതകവും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും കടത്തിവിട്ടാണ് ഇതിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഈ പ്രക്രിയയിൽ ഹൈഡ്രജൻ തന്മാത്രകൾ പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും വിഭജിക്കപ്പെടുന്നു. ഈ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറന്റ് നേരിട്ട് എഞ്ചിനെ ചലിപ്പിക്കുന്നു. ഈ ഒരു പ്രക്രിയ പൂർണ്ണമായും സുരക്ഷിതവും മലിനീകരണമില്ലാത്തതുമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇന്ധനം കത്തിക്കുന്നതിന് പകരം ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി വൈദ്യുതി ഉണ്ടാക്കി വണ്ടി ഓടിക്കുന്നു. ഇതോടൊപ്പം ട്രെയിനിൽ ഉയർന്ന ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററിയുമുണ്ട്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കയറ്റങ്ങൾ കയറുമ്പോഴും ഈ ബാറ്ററിയാണ് അധിക പവർ നൽകുക. കൂടാതെ EV കാറുകളിലേതുപോലെ ട്രെയിൻ വേഗത കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തെ തിരികെ വൈദ്യുതിയാക്കി ഈ പുതിയ ബാറ്ററിയിലേക്ക് സംഭരിക്കാനുള്ള അത്യാധുനിക റീജനറേറ്റീവ് ബ്രേക്കിംഗ് സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. ഹൈഡ്രജൻ വാതകവും ഓക്സിജനും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ വഴി കൂടിച്ചേരുമ്പോൾ ബൈ പ്രൊഡക്റ്റായി വെറും വെള്ളവും ചൂടും നീരാവിയും മാത്രം വരുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് 100% പ്യുവർ ഗ്രീൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണവും ഭയപ്പെടേണ്ടതില്ല. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് കേട്ടോ. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഭാവിയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പൈതൃക റൂട്ടുകളിലൊക്കെ ഇത്തരം 35ഓളം ട്രെയിനുകൾ ഓടിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഊട്ടി, ഷിംല തുടങ്ങിയ ടൂറിസ്റ്റ് റൂട്ടുകളിൽ പുകയില്ലാതെ ഇത്തരം ട്രെയിനുകൾ കുതിച്ചു പായുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കും. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 250 കിലോമീറ്റർ വരെ സുഖമായി ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. മേൽക്കൂരയിൽ സുരക്ഷിതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൈ പ്രഷർ ടാങ്കുകളിൽ 440 കിലോ കംപ്രസ്ഡ് ഹൈഡ്രജൻ സൂക്ഷിക്കാൻ കഴിയും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ട്രെയിൻ നമ്മുടെ റെയിൽവേ ശൃംഖലയുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ പോവുകയാണ്. ഹൈദരാബാദിലെ മേധ സെർവോ ഡ്രൈവ്സ് പോലുള്ള നമ്മുടെ സ്വദേശി കമ്പനികളുടെ സഹകരണത്തോടെയുള്ള ഈ മുന്നേറ്റം കാണുമ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും സാങ്കേതിക മേഖലയ്ക്കും വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. പലപ്പോഴും വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വൻ കെട്ടിടങ്ങൾ എന്ന് മാത്രമാണ്.
എന്നാൽ ഇവിടെ വികസനം എത്തുന്നത് സാധാരണക്കാരന്റെ ശ്വാസകോശത്തിലേക്ക് ശുദ്ധവായു എത്തിക്കാൻ കൂടിയാണ്. ഭാവിയിൽ പെട്രോളിയം ഇന്ധനങ്ങൾക്ക് പകരം ക്ലീൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ലോകത്തിന്റെ ഭാഗമായി മാറാൻ ഇന്ത്യക്ക് ഈ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ വലിയൊരു മുതൽക്കൂട്ടാകും. കാർബൺ ഉദ്വമനം 0-ലെത്തിക്കുക എന്ന നെറ്റ് സീറോ കാർബൺ എമിഷൻ ആഗോള ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ വളരെ നേരത്തെ തന്നെ എത്തിച്ചേരുമെന്ന് ഈ റെയിൽവേ പദ്ധതി ഉറപ്പു നൽകുന്നു. നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ തദ്ദേശീയ പരീക്ഷണം. കാനഡയിലെ ബല്ലാഡ് പവർ സിസ്റ്റംസ് നൽകിയ ഫ്യൂവൽ സെൽ സ്റ്റാക്കുകൾ ഉപയോഗിച്ചാണ് തുടക്കമിട്ടതെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ഈ കമ്പോണന്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള റിസർച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും നാളുകളിൽ നാം മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്ന വലിയ സത്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ മാറ്റത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം അഭിമാനം തോന്നുന്നുണ്ട്? നമ്മുടെ ഇന്ത്യ ഇത്രയും വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ? വികസനത്തിന്റെ ഈ വേഗതയിൽ നിങ്ങൾക്കും അഭിമാനം തോന്നുന്നില്ലേ? ഓരോ ഇന്ത്യക്കാരനും നെഞ്ചോട് ചേർത്ത് അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്ന ഭാരതത്തെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഈ മാറ്റം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയുടെ ഈ വലിയ വേഗതയെ എപ്പോഴും കുറ്റം പറയുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഒക്കെയുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഇന്ന് ജിന്ദിലെ ട്രാക്കിലൂടെ ഓടിത്തുടങ്ങുന്ന ഈ ഹൈഡ്രജൻ ട്രെയിൻ. വികസനത്തിന്റെ യഥാർത്ഥ മാജിക് ഇതാണ് എന്ന് ശത്രു രാജ്യങ്ങൾക്ക് മുൻപിൽ ഭാരതം കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ പൗരനും തല ഉയർത്തിപ്പിടിച്ച് ഇത് നമ്മുടെ സ്വന്തം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണെന്ന് പറയാൻ സാധിക്കും. ഈ പുതിയ ട്രെയിൻ വഴി വൻതോതിലുള്ള സാമ്പത്തിക ലാഭവും ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടാകാൻ പോകുന്നു. ഇലക്ട്രിക് ലൈനുകൾ സ്ഥാപിക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വരുന്ന റൂട്ടുകളിൽ ഇനി വളരെ എളുപ്പത്തിൽ ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കും. ഡീസലിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും നമ്മുടെ രാജ്യത്തിന്റെ പണം സംരക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയൊരു കരുത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നാടിന്റെ പുരോഗതിയുടെ വേഗത കൂട്ടാൻ ഇത്തരം ക്ലീൻ എനർജി പ്രൊജക്ടുകൾ അത്യാവശ്യമാണ്. പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്നുള്ള വലിയൊരു മോചനം കൂടിയാണിത്. ഭാവി തലമുറയ്ക്കായി നാം കരുതി വയ്ക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ശുദ്ധമായ പ്രകൃതിയായിരിക്കും. അതിലേക്കുള്ള ഏറ്റവും വലിയ പാലമായി ഈ പുതിയ സാങ്കേതിക വിദ്യ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഹൈഡ്രജൻ ട്രെയിൻ വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം ഈ ആഗോള എലീറ്റ് ക്ലബിൽ എത്തിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.